ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതം ഓഫീസിലേക്ക് പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ കാറിൽ കയറുന്നതിന്റെ മുന്നേ തന്നെ നിധി ഗൗതമിന്റെ ബാഗുമായിട്ട് അങ്ങ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. നിധി വരുന്നത് കാണുമ്പോൾ ഗൗതമിന് ഇങ്ങനെ നിധിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ തന്നെ അങ്ങ് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് വസുന്ധര അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഗൗതം ഇങ്ങനെ കണ്ണെടുക്കാതെ നിധിയെ നോക്കുന്ന സമയം നിധിയും ഗൗതമിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഗൗതം പറയാണ്, നീ എന്നെ ഇങ്ങനെ എടുക്കാതെ നോക്കുന്ന സമയത്ത് എനിക്ക് ഓഫീസിലേക്കൊന്നും പോവാൻ തോന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ സാറിന് തോന്നുന്നത് എന്ന് നിധി ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തിനാണെന്നോ എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതം നിധിയുടെ കവിളിൽ അങ്ങ് ഉമ്മ വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് കണ്ടപ്പോൾ വസുന്ധരയ്ക്ക് തന്നെ അങ്ങ് നാണം വരികയാണ്. ഇവർ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ വസുന്ധരയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ, ഗൗതം നിധിയെ അങ്ങനെ പ്രണയിക്കുന്നത് കാണുമ്പോൾ. എന്നിട്ട് ഗൗതം പറയുകയാണ്, എനിക്കിന്ന് ഓഫീസിലേക്ക് പോവാൻ തീരെ മൂഡ് തോന്നുന്നില്ല, ഞാൻ ഇന്ന് പോകുന്നില്ല, ഇനി നാളെയാണ് പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കാൻ കേട്ടോ ഗൗതം. ഞാനിന്ന് പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അപ്പം നിധി പറയുകയാണ്, അത് പറ്റില്ല, ഇന്ന് ഓഫീസിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കാണ് നാണക്കേട്, അതുകൊണ്ട് സാറ് നല്ല കുട്ടിയായിട്ട് ഓഫീസിലേക്ക് പോവാൻ നോക്ക്, എന്നിട്ട് രാത്രിയിൽ പെട്ടെന്ന് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് നിധി ഗൗതമിനെ അങ്ങ് ഉന്തി തള്ളിക്കൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് മനസ്സോടെ ഗൗതം അങ്ങ് കാറിൽ കയറിയിട്ട് പോകുവാണ്. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നിധിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് മനസ്സോടെ ഗൗതം കാറെടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നിധിക്കാണെങ്കിലോ ഗൗതം അങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ നിധിക്ക് നല്ല സന്തോഷമൊക്കെ ആവാൻ കേട്ടോ. ഗൗതം സാറും ഞാനും തമ്മിൽ പരസ്പരം അങ്ങ് അടുക്കാൻ ശ്രമിക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം വരികയാണ്. അങ്ങനെ നിധി അകത്തേക്ക് കയറിപ്പോയ ശേഷം വസുന്ധര അങ്ങ് തീരുമാനിക്കുകയാണ്, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇവളെയും ഗൗതമിനെയും പിരിക്കാൻ പറ്റാതെ ആവുമല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നൊക്കെ അങ്ങനെ വസുന്ധര സ്വയം മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഗൗതം ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ഗൗതം ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഓരോ ഫയലുകളും നോക്കുകയും അതിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ആ സ്റ്റാഫ് ഇങ്ങനെ ഗൗതമിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഗൗതം സാർ ഇന്ന് നല്ല ഹാപ്പിയിലാണല്ലോ, ഇതുവരെയും ഗൗതം സാറിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ തിരിച്ചു ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, എന്താ ഗൗതം സാർ ഒന്ന് വായിച്ചു പോലും നോക്കാതെയാണല്ലോ ഇപ്പോൾ സൈൻ ചെയ്യുന്നത്, അതെല്ലാം ഞാൻ വായിച്ച് പഠിച്ചിട്ട് തന്നെയാണ് സൈൻ ചെയ്യുന്നത്, ഇത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇതെല്ലാം ഞാൻ നോക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാവും ഒരു ഫോൺ അങ്ങ് വരികയാണ് കേട്ടോ. ആ ഫോൺ വരുന്ന സമയത്ത് ഗൗതം പറയാണ്, വേണ്ട അത് എടുക്കണ്ട, ഇന്നിപ്പോൾ ഇനി ഡ്യൂട്ടി കഴിയാതെ ഒരാളുടെയും ഫോൺ എടുക്കരുത് എന്നങ്ങ് പറയാണ്. അങ്ങനെ ആ ഫോൺ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ആ സ്റ്റാഫിനെ. അങ്ങനെ ഗൗതം വീണ്ടും ഇങ്ങനെ സൈൻ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു കോള് വരികയാണ്. ആ കോള് സ്റ്റാഫ് പറയുകയാണ്, ഇത് വീട്ടിൽ നിന്നുള്ള കോളാണല്ലോ, സാറിൻ്റെ വീട്ടിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഗൗതം പെട്ടെന്ന് തന്നെ ആ ഫോൺ അങ്ങ് എടുക്കാൻ കേട്ടോ. എന്നിട്ട് ആ ഫോണിലെ നമ്പറും കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് ഇത് നിധിയാണല്ലോ എന്ന് സന്തോഷത്തോടു കൂടി ഗൗതം അങ്ങ് ചോദിക്കുകയാണ് മനസ്സിൽ. എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയണം, എന്നാൽ പോയിക്കോ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്തു വെച്ചോളാം, നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് പുറത്തേക്ക് പോ എന്നും പറഞ്ഞ് ആ സ്റ്റാഫിനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് നിധിയുടെ ഫോൺ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഗൗതം നിധിയുടെ ആ ഫോൺ വന്നപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് എന്താ നിധി, എന്താണ് വിളിച്ചത്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് അവർ ഇങ്ങനെ റൊമാൻസോട് കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഗൗതം സാറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ, ആ ഗൗതം സാർ എന്നാൽ നേരത്തെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഒരുപാട് അങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ ഫോൺ വെക്കാൻ നേരത്ത് ഗൗതം ചോദിക്കുകയാണ് നിധിയോട്, അല്ല ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ, സാർ ആ ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ സാറ് വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഒന്നും കൊണ്ടുവരണ്ട, പ്രത്യേകിച്ചും മുല്ലപ്പൂവും അലുവയും കൊണ്ടുവരരുത് കേട്ടോ എന്നങ്ങ് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ അർത്ഥം എന്താ, ഒന്നുമില്ല, കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരരുത് എന്നങ്ങ് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിധിയും ഗൗതമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരെഴുതിയിട്ട് അതിൽ ലവ് ചിഹ്നമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫോൺ വെച്ച ശേഷം ഗൗതം ഇങ്ങനെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ നിധിയെ പോകുന്ന സമയത്ത് ഉമ്മ വെച്ച കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്വയം അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിലോ റൂമിൽ ഇരുന്നു കൊണ്ട് ഗൗതമിനോട് സംസാരിച്ചതും ഗൗതമിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ടും ഗൗതമും നിധിയും കൂടി സംസാരിക്കുന്ന സമയത്ത് അറിയാതെ ആണെങ്കിലും നിധി എഴുതിയ ആ പേരും പിന്നെ ഒരു ലവ് ചിഹ്നവും ഒക്കെ കാണുമ്പോൾ നിധിക്കും അങ്ങ് ഒരു നാണവും സന്തോഷമൊക്കെ വരികയാണ്. അങ്ങനെ ഗൗതമിൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് നിധി അങ്ങ് ഉമ്മ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഓഫീസിലിരുന്നു കൊണ്ട് ഗൗതമാണെങ്കിലോ നിധിയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് തന്നെ
തന്നെ ഗൗതമും അങ്ങ് നിധിയുടെ ഫോട്ടോയിൽ അങ്ങ് ഉമ്മ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ പുഞ്ചിരിച്ച് നാണത്തോടു കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൗതം. എന്താവും അങ്ങനെ പറയാൻ? ഞാൻ വരുന്ന സമയത്ത് മുല്ലപ്പൂവും അലുവയും കൊണ്ടുവരരുത് എന്നാണല്ലോ പറഞ്ഞത് എന്നുള്ള ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഗൗതം നാണത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിലോ റൂമിലിരുന്ന് ഇങ്ങനെ ഗൗതമെ ഉമ്മ വെക്കുന്നതും നിധി ഫോണിൽ സംസാരിച്ച ശേഷം സ്വയം അങ്ങ് നാണത്തോടു കൂടി ചിരിക്കുന്നതും എല്ലാം തന്നെ കണ്ടും കൊണ്ട് യാമിനിയും പാറുവും കൂടി ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നിധി അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും കണ്ടതോടുകൂടി നിധിക്ക് അങ്ങ് വല്ലാതെ അങ്ങ് നാണം വരികയാണ്. അങ്ങനെ പാറുവും യാമിനിയും കൂടിയിട്ട് അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ ഒന്നും പറയാതെ നിധിയുടെ ആ നാണവും അവർ തമ്മിൽ സംസാരിച്ച ആ ഒരു പ്രണയത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ അവരും അങ്ങ് അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ഗൗതമിനെ തന്നെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ വസുന്ധരയുടെ കുറച്ച് ഫ്രണ്ട്സുകൾ, ക്ലബിലുള്ള ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി വസുന്ധരയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര അവരെ കണ്ടതോടുകൂടി പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ചെന്നിട്ട് ക്ഷണിക്കുകയാണ്, വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഓരോരുത്തരുടെ വീട്ടിലുമായിട്ടാണല്ലോ നമ്മൾ ഭക്ഷണം പങ്കിടാറുള്ളത്. ഇന്ന് ഇപ്പോൾ വസുന്ധരയുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഭക്ഷണം എല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവരെല്ലാവരും കൂടി വരുന്നത്. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം പങ്കിടാറുണ്ട്, പക്ഷേ ഈ വീട്ടിലുള്ളവർക്ക്, ഈ വീട്ടിൽ വരുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ വസുന്ധര കൊടുക്കാറുള്ളൂ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങ് ക്ഷണിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് യാമിനിയും നിധിയും കൂടി അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് വസുന്ധരയോട് ചോദിക്കുകയാണ്, അതിലെ ഒരു ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, ഇവിടെ ഡോഗ് എങ്ങാനും വളർത്തുന്നുണ്ടോ നീ എന്ന് അങ്ങനെയൊന്നും ഞങ്ങൾ വളർത്തുന്നില്ല, നീ ധൈര്യമായിട്ട് അകത്തേക്ക് കയറി വായോ എന്നും പറഞ്ഞ് അവരെ കൂട്ടി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ യാമിനി നിധിയോട് പറയുകയാണ്, ഇതിലും വലിയ ഡോഗുകൾ ഇനി എന്തിനാണ് ഇവിടെ വളർത്തുന്നത്, ഇത് തന്നെ ധാരാളമല്ലേ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. അങ്ങനെ അവരെ സോഫയിൽ കൊണ്ടുപോയി ഇരുത്താണ് കേട്ടോ. ക്ഷണിച്ചുകൊണ്ട് തന്നെ വസുന്ധര അങ്ങനെ സൽക്കരിച്ച് ഇരുത്താണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ് വസുന്ധരയോട്, അല്ല വസുന്ധര, നിന്റെ മരുമകൾ എന്താ ഞങ്ങളെ കണ്ടിട്ട് ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, ഒന്ന് ക്ഷണിക്കുന്നത് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ വസുന്ധര പറയണ, അതിന് അവർക്കൊന്നും നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ഒന്നും അറിയില്ലല്ലോ, അവർ അത്രയും തരം താഴ്ന്ന വീട്ടിൽ നിന്നും വന്നവരല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ കൊച്ചാക്കി കൊണ്ട് തന്നെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, അത് ശരിയാണ്, ഞങ്ങൾ ഫ്രോഡുകളായിട്ടല്ല ജീവിച്ചത് എന്ന് പറയുമ്പോൾ വസുന്ധര എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കും. അല്ല, ഞാൻ മേഡം ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ നല്ല തറവാട്ടിൽ ജനിച്ചവരല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധരയുടെ മനസ്സിനെ അങ്ങ് മാറ്റാൻ കേട്ടോ. അങ്ങനെ വസുന്ധര അവരോട് പറയുകയാണ്, എന്തായാലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം. ഇപ്പോൾ ആദ്യം തന്നെ ഒരു നല്ല ചായ കുടിച്ചാലോ, നിധി ഇവിടേക്ക് വരൂ എന്നങ്ങ് പറഞ്ഞു വസുന്ധര ആജ്ഞാപിച്ചുകൊണ്ട് തന്നെ നിധിയെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇവർക്ക് എല്ലാവർക്കും നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ടുകൊണ്ട് വായോ എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, അല്ല ഇവർക്കെല്ലാവർക്കും മധുരം ഇടണോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താ വസുന്ധര ഇവൾ ഇങ്ങനെ ചോദിക്കുന്നത്, ഞങ്ങളെ കണ്ടാൽ എന്താ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വസുന്ധര നിധി അങ്ങ് നോക്കാൻ കേട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, അയ്യോ മേഡം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല, നിങ്ങൾക്ക് മധുരം വേണോ അതോ വേണ്ടയോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് നിധിയും ഒന്ന് ആക്കിയും കൊണ്ട് തന്നെ ആ ഫ്രണ്ട്സുകളോട് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആർക്കും തന്നെ മധുരം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, അതുകൊണ്ട് മധുരമുള്ള ചായ തന്നെ മതി എന്നും പറഞ്ഞ് നിധിയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ്. അങ്ങനെ നിധിയും യാമിനിയും കൂടി അടുക്കളയിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവർക്ക് എല്ലാവർക്കുമുള്ള നല്ല സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് ചായ കൊടുത്ത ശേഷം എല്ലാവരും ചായ കുടിക്കുകയാണ്. എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ്, അല്ല ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഈ വീട്ടിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പറയണം, അത് നിധി ഉണ്ടാക്കി കൊണ്ടുതരും എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അങ്ങ് പറയണം കേട്ടോ. എനിക്ക് വെജിറ്റേറിയൻ ഒന്നും തന്നെ വേണ്ട, എനിക്ക് തീരെ ഇഷ്ടമല്ല വെജിറ്റേറിയൻ എന്നങ്ങ് പറയുമ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ കണ്ടാൽ എനിക്ക് അപ്പോൾ ഓർമ്മ വരും ആടിനെയും പോത്തിനെയും ഒക്കെയാണ്, അതുകൊണ്ട് എനിക്ക് വെജിറ്റേറിയൻ ഒന്നും തന്നെ വേണ്ട, എനിക്ക് വല്ല മട്ടനോ ബീഫോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും മതി എന്നങ്ങ് പറയുമ്പോൾ അത് ശരിയാണ്, വെജിറ്റേറിയൻ കഴിക്കുന്നവരെ കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും എന്നല്ലേ പറയുന്നത്, പക്ഷേ വെജിറ്റേറിയൻ കഴിക്കുന്ന ആടിനെയും പോത്തിനെയും ഒക്കെയാണ് മാഡത്തിന് കഴിക്കാൻ ഇഷ്ടമുള്ളൂ, അത് ആശ്ചര്യമായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ആക്കിയ മട്ടിൽ തന്നെ നിധി അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ വസുന്ധരയ്ക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ വസുന്ധരയുടെ ഫ്രണ്ടിനും നിധി എന്നെ കളിയാക്കിയതാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ട് തല താഴ്ത്തിയിട്ട് ഇരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്,
നിങ്ങൾ പറഞ്ഞ എല്ലാ വിഭവങ്ങളും ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചിട്ട് തന്നെ നിങ്ങൾ പോയാൽ മതി. എൻ്റെ വസുന്ധര മേഡം പറഞ്ഞാൽ പിന്നെ അതിന് ഒരു മറുവാക്ക് ഞങ്ങൾ ആരും തന്നെ പറയുകയില്ല. അത്രയ്ക്ക് ബഹുമാനവും അത്രയ്ക്ക് സ്ഥാനവുമാണ് ഞങ്ങൾ വസുന്ധര മേഡത്തിന് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ വസുന്ധരയും ഒന്ന് ആക്കിയ മട്ടിലാണ് കേട്ടോ നിധി സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ യാമിനി ചോദിക്കുകയാണ്, ഇവർക്ക് എല്ലാവർക്കും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ എങ്ങനെയാണ് ഏട്ടത്തി ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുക എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. യാമിനി, നീ പോയിട്ട് ആ ഡ്രൈവറോട് ഞാൻ പറയുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയണം എന്നങ്ങ് പറഞ്ഞിട്ട് ലിസ്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞ ആ ഗസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള എല്ലാ വിഭവങ്ങളും അങ്ങ് വാങ്ങിയിട്ട് വരാൻ പറയാണ്. എന്നിട്ട് നിധി അതെല്ലാം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു തയ്യാറെടുപ്പോടുക്കനെ നിൽക്കുക കേട്ടോ. അപ്പോഴാവും നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ അങ്ങ് വരികയാണ് കേട്ടോ. ആ കോള് കാണുന്ന സമയത്ത് നിധി ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താ ആരുടെ ഫോൺ നമ്പറാണ്, ഇതിലെന്താ നമ്പറാണല്ലോ, ഇത് ആരാവും, ഇതുവരെയും കാണാത്ത ഒരു പുതിയ നമ്പറാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം നിധി മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് നിധി ഹലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള നിധിയെ വിളിച്ച ആ ആൾ ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ നിധിയുടെ സ്വരം കേട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പം നിധി അങ്ങ് ചൂടാവാണ്. നിങ്ങളോടല്ലേ ചോദിച്ചത് ആരാണെന്നുള്ളത്, എന്താ നിങ്ങൾ ഫോൺ വിളിച്ച് കളിയാക്കുകയാണോ, എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് ചൂടാവാൻ കേട്ടോ. അങ്ങനെ അയാൾ അങ്ങ് ഒന്ന് ഒച്ചയെടുത്തുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ പറയണേ, നിധി നീ എന്നെ മറന്നോ, നീ എങ്ങനെ എന്നെ മറക്കാൻ വഴിയില്ലല്ലോ, എൻ്റെ സ്വരം കേട്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ അങ്ങ് ചോദിക്കുമ്പോൾ ആരാന്നല്ലേ നിങ്ങളോട് ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല, ആരാന്ന് വെച്ച പേര് പറ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ അയാൾ നിധിയോട് ആ പേരങ്ങ് പറയാണ്. ആ പേര് കേട്ടതോടുകൂടി നിധി തന്നെ ആകങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. നിധി ആകെ പേടിച്ച് വെറുങ്ങളിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്. അങ്ങനെ നിധിക്ക് ഭീഷണി ആയിട്ടാണ് ആ ഒരാളുടെ വരവ്. അയാൾ ഒരു സൈക്കോ തന്നെ ആയിരിക്കും കേട്ടോ. നിധി എന്ന് വെച്ചാൽ അത്രയ്ക്കധികം സ്നേഹിക്കുന്ന, നിധി എന്ന് വെച്ചാൽ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ നിധിക്ക് ഭീഷണിയായിട്ട് വരാനിരിക്കുന്നത്.